Hello, my guys. ഹലോ മൈ ഗൈസ്. Hello, my guys. കാര്യം പറ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് ഗാങ്സ്റ്റൈല് അപ്പോൾ ഗൈസ് നമ്മളിന്നുള്ളത് ഒരു നമ്മളിന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. നമ്മളിന്നിവിടെ ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുന്നത് ഗൈസ്. അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം പ്രോപ്പർ ഐസ്ക്രീം കഴിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന്റെ പേരാണ് വാളിങ്സ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഞാനാണ് ഇവിടെ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. 1/2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഞാൻ 1.5 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചത്. യെസ് ഗൈസ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ശരിക്കും 10 മിനിറ്റ് ഉള്ളു എത്താൻ. 1 മണിക്കൂർ എടുത്തു. കുറച്ചൊക്കെ ഇന്ന് 3ാമത്തെ ദിവസം. അപ്പൊ ഞാൻ കുറച്ചൊക്കെ മര്യാദ കുടിച്ചു. അപ്പൊ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വന്നേക്കാണ്. ഇതൊരു ഫാമാണ് ഗൈസ്. ഉണ്ടാവും ഇവിടെ ഫേമസ്, ബ്രിട്ടനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കടയാണ്. ഇതാണ് ഐസ്ക്രീം വണ്ടി. ഇതാണ് ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് ആൾക്കാർ ഐസ്ക്രീം കഴിക്കാനിരിപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് കൊറേ ആൾക്കാര് ഇത് പിടിക്കടി. അല്ലാ, എന്തോരം ആൾക്കാർ ആണോ. അപ്പൊ നമുക്ക് ഗൈസ് ഇങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കണ ഗൈസ്. ഇവിടെ കുറേ ഐസ്ക്രീം ഉണ്ട് ഗൈസ്, അല്ലേ? ചിന്താവിഷ്ടയായ ശ്യാമള പോലെ ഉണ്ടോ? കുറേ ഐസ്ക്രീം ഉണ്ട് ഗൈസ്. കുറേ സാധനങ്ങളും കുറേ ഐസ്ക്രീംസും ഉണ്ട് ഗൈസ്. അപ്പോൾ എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആണ്, അല്ലേ? ഏതാ വാങ്ങിക്കണേ? നല്ല പൈസ ഉണ്ട്. 6 കൊണ്ടൊക്കെ ഒരു ഐസ്ക്രീമിന്. അതിനിപ്പോ എന്താ? എനിക്ക് കോക്കനട്ട്. അത് തേങ്ങയോ? ടെൻഡർ കോക്കനട്ട് ആണെങ്കിലോ നല്ലുള്ളൂ. കരിക്ക് അല്ലാതെ ഇവരോട് ചോദിച്ചാൽ മറക്കണേ. നല്ല കാര്യം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ പോണ ഗൈസ്. ആണോ? അപ്പോൾ നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ പോണ ഗൈസ്. നമ്മൾ മേടിക്കാൻ പോണ ഐസ്ക്രീം one scoop of coconut and 1 scoop of corn. കോണോ ചേ? അതാ കൈ അത്. സോറി, പിസ്താഷ്യോ. സോ അങ്ങനെ ഞങ്ങൾ കോണാണെങ്കിൽ കോൺ കൂടെ കഴിക്കാം. പെട്ടി കളയേണ്ടി വരും. നമ്മൾ ഫുൾ യൂസ് ചെയ്യണം. കോൺ 4.90 ആയുള്ളൂ. പിസ്താഷ്യോയും കോക്കനട്ടുമാണ് ഗൈസ് നമ്മൾ പറഞ്ഞത്. എന്റെ കാശ് പോയി. ഇത് റെഡിയായോ? സംഭവം നമ്മുടെ സാധനം വന്നിട്ട്. അപ്പോൾ ഇന്ന് പിസ്താഷ്യോയും കോണും നമ്മൾ ഒരു സ്കൂപ്പ് നമ്മൾ 2 സ്കൂപ്പ്. എടാ ഇത് ഓക്കെയാണോ പൈസ കൊടുക്കാൻ? ഇതിനകത്തൊന്നും എഴുതി കളിക്കാണല്ലോ. എന്റെ അമ്മേ, ഇത് എന്നത് താജ്മഹാലോ? ഒരു കവിൻ തരുന്നു. ഒരു സ്കൂപ്പ് എന്നല്ലോ ഉണ്ട്, 3 സ്കൂപ്പ് എന്നല്ലോ. നമ്മള് കൊള്ളാലോ, അവൻ കൊള്ളാലോ. Sorry? Just on the left hand side, under that cow. Oh, topping. Small waffles corn, please. Topping. Chocolate flakes. Chocolate flakes. എന്താ അങ്ങനെ പറഞ്ഞേ? ടോപ്പിങ്സ് ഏതാണ്ട് വെച്ചല്ലാണ്ട് കോഫിന്നല്ല വെച്ചേ. എന്നിട്ട് എന്താ പറഞ്ഞേ? അയ്യോ, ഈ ഒരു കോലിനായിരുന്നോ? പൈസ കൊടുത്തോ? What would you like? No, that's fine. Just fine, yeah, just fine. Thank you. നിക്ക് പൈസ കൊടുക്കാൻ. That's 5.40. ഇപ്പൊ ആദ്യം കൊടുത്തില്ലായിരുന്നു? No, cheers. Thank you. ഗൈസ് അങ്ങനെ ഞങ്ങക്ക് ഐസ്ക്രീം കിട്ടി ഗൈസ്. കഞ്ചി ഐസ്ക്രീം കഞ്ചി നേരെ അവിടെ പോയി നമുക്ക് പറയാം. നേരെ ഇങ്ങനെ സാധനത്തിന് നേരെ. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ഐസ്ക്രീം. ഏതാ കഞ്ചി? ഇതിന്റെ കയ്യിലേക്ക് കാണും. എങ്ങനെയുണ്ട്? നല്ലാണോ? കൊള്ളില്ല. പിസ്ത കൊള്ളാം.
കോക്കനട്ടും കൂടെ മിക്സ് ആക്കാൻ പറ്റുകയാണെങ്കിൽ. കുഴപ്പമില്ല കേട്ടോ, നല്ല ഐസ്ക്രീമാണ്, നല്ല കിടിലൻ ഐസ്ക്രീമാണ് ഗൈസ്. സ്പൂണല്ലത്. ഇപ്പൊ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു ഗൈസ്, നല്ല കിടിലൻ ഐസ്ക്രീമാണ്, ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ്. ഇതൊരു ഫാമാണ് ഗൈസ്, കണ്ടില്ലേ, വാളിങ്സ്. ഈ പശുവിന്റെ പാല് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു അരമണിക്കൂർ. ഇവര് വളർത്തുന്ന പശുവിന്റെ പാല് വെച്ചാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കണം. അങ്ങനെ നീ കണ്ട പാലുണ്ടാക്കണം, അങ്ങനെയാണ്. അപ്പോ നല്ല കിടിലൻ സ്പോട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നിന്ന് ഐസ്ക്രീം മേടിക്കുക. ഇവിടെ പശു ഇരിപ്പുണ്ട്, പശുവിനാണോ കുഞ്ഞിക്കാവും. പിന്നെ ഇത് വേറെ സംഭവം കേട്ടോ, ഇത് കം വി ആർ ഓപ്പൺ. ഇവിടെ നമുക്ക് ഐസ്ക്രീം ഏതാ സെലക്ട് ചെയ്ത് നമുക്ക് തന്നെ ഇവിടെ ഐസ്ക്രീം എടുക്കാം. കുറെ സെറ്റപ്പ് ഉണ്ട്. അതെങ്ങനെ അങ്ങനെ എടുക്കാന്നല്ല. അതെ. പിന്നെ അവിടെ ഗ്യാപ്പ് ഉണ്ടാവും, അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. നല്ല നല്ല രസമുള്ള നല്ല കിടിലൻ സ്പോട്ടാണ് ഗൈസ്. ഇവിടെ വണ്ടിയുണ്ട്, വേറെ ഉണ്ടോ, ഇവരുടെ വണ്ടിയാണ്, ഇവരുടെ ഫാമാണ്, മണ്ടങ്കാട്ട്. പശു അവിടെ അവരുടെ പശുവിനെ വളർത്തണ എവിടെ? ഓപ്പോസിറ്റ്. അതാണ് ഫാം. ഇതാണ് ഇതേ കാണണ്ടോ ഇതിന്റെ പറയല്ലേ, അതാണ് ഫാം, ഇതേ കാണാൻ. പിന്നെ ഇതാണ് ഫാമിലെ മുതലാളി. അതാണ് ഞാനാവാ. അപ്പൊ നല്ല കിടിലൻ ഐസ്ക്രീമാണ് ഇന്നുണ്ടാക്കിയ ഐസ്ക്രീമാണ് നമ്മളെ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ പോണത് എവിടേക്കാ? നമ്മളിവിടുന്ന് വേറൊരു സ്ഥലം വരെ പോകണ്ട കേട്ടോ, വീട്ടിലേക്കല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഫാമിന്റെ ചുറ്റുപുറമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അവരുടെ പ്രൈവസി ആരുടെ ഐസ്ക്രീമിന്റെയോ? അപ്പൊ ഇതാണ് നമ്മള് വന്ന വഴി, മെയിൻ റോഡ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറുക, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന വഴി. നടക്കണ വഴി ഇതാടാ, ഇതിലടക്കാം. അപ്പൊ ഐസ്ക്രീം വാങ്ങിക്കുക, ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കണം, നൈസായിട്ട് കഴിക്കുക. നല്ല പാർക്ക് അല്ല പച്ച പുല്ലുള്ള സ്ഥലമുണ്ട്, അവിടെ പോയി കഴിക്കാൻ പറ്റും. അതെന്താ പച്ചപ്പുല്ലിന്റെ പ്രത്യേകത? ശരിയാവില്ല. ഈ കോൺ ഞാൻ കഴിക്കൂട്ടോ. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം സെന്റർ ആണ് കേട്ടോ. കാരണം കുറെ ഒരു ലോഡ് ജനങ്ങളുണ്ട് അല്ലേ. ഇന്ന് പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല ബിസിയാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഐസ്ക്രീം വണ്ടി ഉണ്ട്. വണ്ടി ഇടിക്കും മരിക്കുന്നു. ഇതിക്കൂടെ പോകാമല്ലോ. ഇതാണ് ഇതിന്റെ വേറൊരു എൻട്രൻസ് ഗൈസ്. ഇതിന്റെ അകത്ത് ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, കുറെ ഡിന്നറൊക്കെ കഴിക്കാം. ഡിന്നർ ഉണ്ടാ, ഇവിടെ കുറെ വേറെ ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഫാമിന്റെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ് ഗൈസ്. വല്യപ്പാന്റെ ഹായ് ഉണ്ടോ, ഇത്രയും കാറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. കുറെ ആളുകൾ വരുന്ന ഐസ്ക്രീം കഴിക്കുന്ന ഒരു സ്പോട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടമായി. ഇത് വേണോ? ഞാൻ കഴിക്കാറുണ്ട്. ഇങ്ങനെ നക്കി കഴിക്കണം, നക്കി തിന്ന് നക്കി. അങ്ങനെ നിങ്ങളുടെ ഐസ്ക്രീം വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പുതിയൊരു വ്ളോഗ് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. ഇപ്പൊ തന്നെ വരും ഇതിന്റെ ബാക്കി കേട്ടോ. ഇവിടെ ഒരു കിടിലൻ കാർ എടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് എന്റെ പേര് മനസ്സിലായില്ല. ഇതോ? ഇത് പോർഷെ അല്ലത്, ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ കാറ്. മൂട് സാധനം, എന്താ എന്റെ പേരെന്ന് എനിക്കറിയില്ല. ഇതാണ് വേറെ കിടിലൻ കാറുകൾ. ഇവിടെ ഇങ്ങനെ റിച്ച് പേഴ്സൺസ്, ഞങ്ങളെ പോലെ റിച്ച് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ടെസ്ല ഉണ്ട്, MG ഉണ്ട്. പട്ടി കടിക്കില്ല. പിന്നെ മക്ലാറിനുണ്ട്, ജാഗ്വാർ ഉണ്ട്. അങ്ങനെ ഒരു വോൾസ്വാഗൻ പോളോ ഉണ്ട്. എന്താ ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം. മരത്തിന്റെ തണലിൽ പോകാം. അവിടെ പോകണ്ട, മരത്തിന്റെ വെയിലത്ത് ഐസ്ക്രീം കഴിക്കാനുള്ള സെറ്റപ്പ്. നീ കരിഞ്ഞ അവിടെ ഇത്രയും ലോഡ് പെണ്ണ് ഓടിക്കുന്ന കാർ ഏതാ? MG ആണോ ഓടിച്ചോ, സോറി ആണോ ഓടിച്ചാട്ടോ.
ഞാനൊരിക്കൽ മസ്താങ് കുടിക്കും. അങ്ങനെ മസ്താങ് കുടിക്കൂലേ? അങ്ങനെ ഇത്രയും ലോഡ് കാറുകളും ഒരു സുന്ദരിയായ ഒരു പെണ്ണും. നല്ല സുന്ദരിയായ ഞാനും സുന്ദരനായ ഞാനും പിന്നെ ഐസ്ക്രീമും. എന്താ വൈബ്. ഇവിടെ ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ആദ്യം കാണിച്ചിരുന്ന കാർ ഇതേ കിടക്കണട്ടാ, മൂട് സാധനം ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇവിടെ കുഞ്ഞൊരു വ്ളോഗല്ലേ, കുഞ്ഞൊരു വ്ളോഗ് വേറൊരു വ്ളോഗ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ വ്ളോഗ് വേറെ വ്ളോഗില്ലേ? ഉണ്ട്. അതേതാ? അതാണ് വ്ളോഗ് നമ്പർ 3. അങ്ങനെ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇവിടെ ഞങ്ങൾ ഈ ഐസ്ക്രീം വ്ളോഗ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാണ് ഗൈസ്. എല്ലാവരും ഇതൊരു ഞങ്ങൾ വാങ്ങിച്ച ഐസ്ക്രീമാണ് കോക്കനട്ട് പിസ്റ്റാഷ്യോ പിന്നെ കോൺ. അതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ടോപ്പിംഗ് ആയിട്ട് ഒരു ചോക്ലേറ്റിന്റെ ഒരു കൊത്ത. കോൺ മേടിക്കുക, പാത്രം മേടിക്കുക. കോൺ മേടിച്ച കോണും കൂടെ നിങ്ങൾക്ക് തന്നെ. പാത്രം മേടിച്ച പാത്രം കളയേണ്ടി വരും, നഷ്ടം. കോൺ പ്ലാസ്റ്റിക് കോണാണ്. അതെ. ഇപ്പൊ എല്ലാവർക്കും ഇനി കുറച്ച് കഴിയുമ്പോൾ വേറെ വ്ളോഗ് കാണാം. അതായിരിക്കും ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗ് വരുന്നവരെ ഗുഡ് നൈറ്റ്, ബൈ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി സൺഡേ, ബൈ ബൈ, ടാ.